ഞാൻ കമറുന്നീസ സക്കീർ. ഇന്ന് നമുക്ക് ലഡു തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല സോഫ്റ്റ് ആയ നല്ല ജ്യൂസി ആയ ലഡു ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. 1 കപ്പ് കടലപ്പൊടി, 1 പിഞ്ച് കളർ വേണം, 1 പിഞ്ച് ഉപ്പ്, അതേപോലെ തന്നെ 1 പിഞ്ച് ബേക്കിംഗ് സോഡ. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് കലക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാത്രത്തിലോട്ട് നമുക്ക് ആദ്യം ഒരു പാത്രം എടുത്തിട്ട് ഇതിലോട്ട് നമ്മുടെ കടലപ്പൊടി ഒന്ന് അരിപ്പയിലൂടെ തരിച്ചെടുക്കാം. കാരണം ഇതിൽ കട്ടയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ തരിച്ചെടുക്കുന്നത്. ഇത് നല്ല ജ്യൂസി ആയൊരു ലഡുവാണ്. അതായത് പഞ്ചസാര ഒരുപാട് സിറപ്പാക്കി അങ്ങ് എടുക്കേണ്ട ആവശ്യമില്ല. അതല്ലാതെ എടുത്തുണ്ടാക്കുന്ന ഒരു ലഡുവാണ്. ഓക്കെ, ഇനി നമുക്ക് ഇത് എങ്ങനെ കലക്കിയെടുക്കാമെന്ന് നോക്കാം. ഇത് ഫുള്ളായിട്ട് തരിച്ചെടുത്ത ശേഷം അപ്പോൾ 1 പിഞ്ച് കളർ ചേർക്കാം. പിന്നെ ബേക്കിംഗ് സോഡ, ഇതും ജസ്റ്റ് 1 പിഞ്ച് മാത്രം. ഇതേപോലെ തന്നെ ഒരല്പം ഉപ്പ്. ഇനി ഇത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കണം. ഇത് നന്നായിട്ട് കട്ടയില്ലാതെ കലക്കിയെടുക്കാം. ഇതുപോലെ കലക്കിയെടുക്കണം. കണ്ടല്ലോ, ഈ ഒരു ടെക്സ്ചർ വേണം ചെയ്യാൻ. ഇനി നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് പഞ്ചസാര സിറപ്പാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലോട്ട് ഈ കടലമാവ് എടുത്ത കപ്പിന് തന്നെ ഈ കപ്പിൽ തന്നെ ഒരു 1/2 കപ്പ് മുതൽ 1/4 കപ്പിന് അടുത്ത് വരെ പഞ്ചസാര എടുക്കാം. അതേ അളവിൽ തന്നെ വെള്ളം ചേർക്കാം. അതേ അളവിൽ തന്നെ ഇനി ഒരല്പം 1 പിഞ്ച് കളറ് ചേർക്കാം. ഇനി ഒരല്പം ഏലക്കാപ്പൊടി കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു നൂൽ പാവ് ഒന്നും ആവാത്ത രീതിയിൽ പെട്ടെന്ന് തന്നെ ഒന്ന് ഉരുക്കി കിട്ടിയാൽ മതി. പഞ്ചസാര ഒന്ന് സിറപ്പായി വന്നാൽ മതി. അപ്പൊ നമുക്ക് ഓഫാക്കാം. ഇവിടെ പഞ്ചസാര സിറപ്പ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്കിത് ഓഫാക്കിയിട്ട് ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് കൂന്തി രൂപത്തിൽ ഫ്രൈ ചെയ്തെടുക്കണം. ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാവുമ്പോൾ ഇതുപോലെ ഒരു പാത്രം എടുക്കുക. അതല്ലെങ്കിൽ നമ്മൾ ചോറ് കോരുന്ന ഓട്ടക്കോരി എടുത്താലും മതി. പക്ഷെ അതിലും നല്ലത് ഇതാണ്. ഈ പാത്രം ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് പാത്രം എടുത്തിട്ട് ഉള്ളിൽ നിന്നും പുറത്തേക്ക് എന്ന രൂപത്തിൽ പപ്പടക്കോല് കൊണ്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഇതുപോലെ തുളയിട്ട് കൊടുക്കുക. കണ്ടല്ലോ, ഈ രൂപത്തിൽ വേണം. ചെറിയ തോട്ടായി പോരുത്. അത്യാവശ്യം ആ പപ്പടക്കോല് ഫുള്ളായിട്ടും അങ്ങ് ഇറക്കി കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം തുളച്ചെടുക്കാൻ. കണ്ടല്ലോ, ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, പഞ്ചസാര സിറപ്പ് ഞാൻ ഓഫ് ചെയ്യാൻ പോവാണ്. ഇത് നമുക്ക് മാറ്റി വെക്കാം. അങ്ങ് അടച്ചു വെക്കാം. കണ്ടല്ലോ, ഈ ഒരു രൂപത്തിൽ വേണം പൊരിച്ചെടുക്കാൻ. ഇതിനെ ഒരു പ്ലേറ്റിലോട്ട് വെച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ ഞാൻ ഒരു കൈ കൊണ്ട് ക്യാമറ പിടിച്ചുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അങ്ങനെ അടുത്തടുത്ത് വരുന്ന രീതിയിൽ ആക്കരുത്. ക്യാമറ പിടിച്ചുകൊണ്ടാണ് ഇങ്ങനെ വേറെ വേറെ ഒറ്റപ്പെട്ട രീതിയിൽ വേണം ചെയ്തെടുക്കാൻ. കണ്ടല്ലോ, അപ്പൊ ഇത് ഒരുപാടൊന്നും ഫ്രൈ ആവണ്ട. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി. കളർ മാറൊന്നും വേണ്ട. നമുക്കിത് കോരി മാറ്റാം.
ഓക്കെ, ഇങ്ങനെ ഫുള്ളായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ട് പൊടിച്ചു കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ഒരു കവറിൽ ഇട്ടിട്ട് ഒരു കനമുള്ള സാധനം കൊണ്ടൊന്ന് തട്ടി കൊടുക്കാം. മിക്സിയിലിട്ട് പൊടിക്കുമ്പോൾ ഒന്നായിട്ട് അങ്ങ് പൊടിഞ്ഞു പോവും. അതുകൊണ്ട് ഒരല്പം ഒന്ന് കൈ വെച്ചിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പൊ ഞാൻ നന്നായിട്ട് കൈ വെച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട്. കൈ നന്നായിട്ട് വേദനിച്ചു കിട്ടോ, കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും കൈവച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കവറിലിട്ടിട്ട് ഒന്ന് തട്ടി കൊടുത്താൽ മതി, ഒരു കനമുള്ള സാധനം കൊണ്ട്. ഇനി നമുക്കിത് പഞ്ചസാര സിറപ്പിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര സിറപ്പിലോട്ട് ഇതിനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുന്നത് നന്നായിരിക്കും. നമ്മൾ കുറെ ടൈമായിട്ട് ഇത് റെഡിയാക്കി വെച്ചതാണ്. അപ്പൊ ചൂടാറി പോയിട്ടുണ്ടാവും. ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരല്പം നെയ്യ് കൂടി ചേർക്കണം. പിന്നെ എന്തെങ്കിലും ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഇഷ്ടമുള്ളത്, കിസ്മിസോ അണ്ടി എന്ത് വേണമെങ്കിലും ചേർക്കാം. ഇനി ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഞാൻ ഇതിലോട്ട് ഒരല്പം ക്രഷ്ഡ് ബദാം കൂടി ചേർക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതിലോട്ട് ഒരല്പം നെയ്യ് കൂടി ചേർത്തിട്ടുണ്ട്. ഒരു അര ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഞാൻ ഇതിനെ ഒന്ന് അടച്ചു വെക്കാൻ പോവാണ്. ഇനി ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം. ഇതിലൊന്ന് പിടിച്ച് ഒന്ന് റെഡിയായി വരട്ടെ. ഇനി നമുക്ക് ഇതിലോട്ട് ഒരല്പം ബദാം ക്രഷ് ചെയ്തത് ഞാൻ ഫ്രൈ ചെയ്തെടുത്തതാണ്, അതുകൂടി ചേർക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരല്പം മതി. ഇതൊന്ന് പൊടിച്ചു ചേർക്കുക. നല്ല വലിയ തരിയാണെങ്കിൽ ഒന്ന് പൊടിച്ചു ചേർക്കുക. ഇതിപ്പോ ഞാൻ ചെറിയ തരി ആയതുകൊണ്ട് അങ്ങനെ തന്നെ ചേർത്തതാണ്. ഇതെടുക്കൊന്ന് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്കിത് ഉരുട്ടിയെടുക്കണം. ഈ മിക്സിനെ ഞാൻ ഇതുപോലെ ഒന്ന് കുത്തി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്നാക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ലഡുവിന്റെ ആകൃതിയിലുള്ള ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കണം. ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാം. കണ്ടല്ലോ, ഈ ഒരു ഷേപ്പിൽ ചെയ്തെടുക്കാം. ഇതുപോലെ ഇതെല്ലാം ഉരുട്ടിയെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ ലഡു ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കണ്ടല്ലോ, എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇൻഗ്രീഡിയൻസ് സെയിം അളവിൽ തന്നെ എടുക്കുക. 1 കപ്പ് കടലമാവിന് 1/2 കപ്പ് പഞ്ചസാര. ഇനി കൂടുതൽ മധുരം ഇഷ്ടമാണെങ്കിൽ ഒരല്പം കൂടി എടുക്കാം. 3/4 കപ്പിനടുത്ത് എടുക്കാം. അതേ അളവിൽ തന്നെ വെള്ളം എടുത്ത് പഞ്ചസാര സിറപ്പാക്കുക. കൂടുതൽ സിറപ്പാവരുത്. അതാണ് ഈ ലഡുവിൻ്റെ പ്രത്യേകത. കൂടുതലായാൽ ലഡു ഭയങ്കര ഹാർഡായിരിക്കും. ഇതാവുമ്പോൾ നല്ല സോഫ്റ്റ് ആയ ലഡു കിട്ടും. എൻ്റെ പുതിയ പെയിന്റിംഗ് ആണിത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ലഡു ട്രൈ ചെയ്യാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത ഇതുപോലുള്ള ഡിഷുമായിട്ട് കാണുന്നവരേക്കും ബൈ. അടിപൊളി.